പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു ക്ലിപ്പാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. 100% നിരപരാധിയാണെന്ന് പറഞ്ഞ് ജഡ്ജ്മെൻറ്റ് തന്ന് വെറുതെ വിട്ട ഒരാളാണ് ഞാൻ അനുഭവിച്ച മാനസിക പീഡനം അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. അതിനുവേണ്ടിയാണ് പുരുഷന് നീതി വേണം, പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സമരം ചെയ്യുന്നത്. എപ്പോഴും പൊതുജനങ്ങളോ അല്ലെങ്കിൽ ജീവിക്കാരോ അല്ലെങ്കിൽ ഒരു പരിഹാസത്തോടാണ് കാണുന്നത്. അതെ, അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പുരുഷന് ഒരു നീതിയില്ലെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് അത്. സ്ത്രീകൾക്കുള്ള നിയമം പുരുഷന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അത് പരിഹാസ കഥാപാത്രമായിട്ട് മാറുകയാണ്. പുരുഷന്മാർക്ക് എന്തിനാ സംഘടന, പുരുഷന് എല്ലാ നീതി ഉള്ളതെന്നുള്ള ഒരു വിചാരമാണ്. സ്ത്രീക്ക് ഒരു നീതി ഈ സംഘടന അല്ലെങ്കിൽ കഴിയൂല, ജീവിക്കാൻ കഴിയില്ല. അതാണ് അവസ്ഥ വരുന്നത്. ഓരോരുത്തർക്കും ഓരോ പുരുഷന്മാർക്കും ഇതന്നെ വരാൻ പോകുന്നത് എന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. പുരുഷന്മാർ ബാധിക്കപ്പെടാറില്ല എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ്. അതെ, പുരുഷന് നീതിയില്ലല്ലോ, ഇപ്പോഴും നീതിയില്ലല്ലോ. ഈ ഷാരോണിന്റെ വിഷയത്തിൽ തന്നെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞത് കേട്ടില്ലേ, അദ്ദേഹത്തിനെ ഇരയെന്ന് പറയുന്നില്ല, അയാളെ വേട്ടക്കാരനാക്കുകയാണ്. മരിച്ചുപോയ ഷാരോണിനെ പോലും വേട്ടക്കാരനാക്കുകയാണ്. കമാൽ പാഷ പറയുന്നത് കണ്ടില്ലേ, അദ്ദേഹം ആ പെൺകുട്ടിയെ ദ്രോഹിച്ചുകൊണ്ടാണ് അയാളെ കൊന്നതിന്. പുരുഷന്മാർ തന്നെ പുരുഷന്മാർക്കെതിരായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പുരുഷന് ഏറ്റവും വലിയ ശത്രു പുരുഷൻ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്, സ്ത്രീയല്ല. സ്ത്രീക്ക് കംപ്ലീറ്റ് കള്ളത്തരം കാണിക്കാനുള്ള സാഹചര്യം ഒഴുകി കൊടുത്ത കുറച്ച് പാവാടകളായ പുരുഷന്മാരാണ് ഇതിലേക്ക് ഇറങ്ങി. രാഹുൽ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ കാരണമായി പറഞ്ഞതിൽ ഫെമിനിസ്റ്റുകളുടെ കേരളത്തിലെ വളർച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഫെമിനിസ്റ്റുകളെ നേരിടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടുത്തെ പുരുഷന്മാരെത്തിയിരിക്കുന്നു. അപ്പോൾ ഇനിയൊരു പുരുഷ കമ്മീഷൻ കൊണ്ടേ അത് സാധ്യമാകൂ എന്ന് പറയുകയാണ്. ആ ഒരു കുറ്റസമ്മതം പോലെ അതൊരു അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണോ നിങ്ങളെ സംബന്ധിച്ച്? ഒരു തരത്തിൽ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. കാരണം ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഇങ്ങനത്തെ വ്യക്തികളൊക്കെ വളരെ പാനിക് ആവുകയും എത്രയും പെട്ടെന്ന് നമുക്കൊരു കമ്മീഷൻ ഉണ്ടാക്കിയാല് ഒരു സംഘടന ഓൾറെഡി ഉണ്ട്, അവർക്കൊരു മെൻസ് അസോസിയേഷൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ലിപ്പിൽ കണ്ടതുപോലെ ഇവിടെ ഒരു ചരിത്രത്തിന് എല്ലാവരും സാക്ഷ്യം കുറിക്കാൻ പോവുകയാണ്. അതായത് ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ വരാൻ പോവുകയാണെന്നാണ് നമുക്ക് ഈ ന്യൂസിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പുരുഷ കമ്മീഷൻ ഇവിടെ ഉണ്ടാവുന്നതിനോട് ആർക്കും അങ്ങനെ വിയോജിപ്പൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭർത്താവിനും അതുപോലെ തന്നെ നമ്മുടെ അച്ഛനും സഹോദരനും എല്ലാവർക്കും ഇതുകൊണ്ട് ഗുണം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് സ്ത്രീകളായ എന്നെപ്പോലെയുള്ളവർ എന്തായാലും വിചാരിക്കുള്ളൂ. പോരാതെ ഈ ഫെമിനിസം അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിവൊന്നുമില്ല. നമ്മളൊക്കെ സാധാരണ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആളുകളാണ്. നമുക്കങ്ങനെ ഫെമിനിസത്തിനോടോ അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾക്ക് മാത്രമേ ഇവിടെ എന്തും പാടുള്ളൂ എന്നുള്ള ആ ഒരു നിലപാടിനോടൊന്നും നമ്മൾ അങ്ങനെ ഒരു താല്പര്യമുള്ള ആളൊന്നുമല്ല. ഞാൻ അറിയുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട് സ്ത്രീകൾ, അവരും അതുമാതിരിയുള്ളവരൊന്നും തന്നെയല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ വരുന്നത് കൊണ്ട് അത് സ്ത്രീ കമ്മീഷന്, വനിതാ കമ്മീഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ അങ്ങനെയൊക്കെയുള്ള ചിന്തയൊന്നും ആർക്കും വേണ്ട. അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകൾക്ക് കുരുപൊട്ടി, പിന്നെ സ്ത്രീകൾ ഇവിടെ പുരുഷന്മാരെ പീഡിപ്പിച്ച് പുരുഷന്മാർ ഒരുപാട് ഇവിടെ ആത്മഹത്യയൊക്കെ ചെയ്യുന്നത് ആരും അറിയുന്നില്ല, അങ്ങനെയൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. എന്താണെന്ന് വെച്ചാൽ ഈ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലൊക്കെ നമുക്ക് നാട്ടിൻപുറങ്ങളിലൊന്നും ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും, അതെന്തായാലും വേണമല്ലോ. അത് എവിടെയായാലും ഏത് സംഘടനയിലും തലപ്പത്ത് കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. അതിപ്പോൾ പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാലും ഉണ്ടാവും. സ്ത്രീ കമ്മീഷൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് ആ വനിതാ കമ്മീഷനിൽ അങ്ങനെയുള്ള തലപ്പത്തിരിക്കുന്നവരും അതിനെ അനുകൂലിക്കുന്നവരും ഉണ്ടാവും. എങ്കിൽ കൂടി ഇവിടെ സ്ത്രീയും പുരുഷനും പരസ്പരം അനുപാതം, അതായത് പൂരകമായിട്ട് ജീവിക്കുന്നവരാണല്ലേ. സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷനോ പുരുഷനില്ലെങ്കിൽ സ്ത്രീക്കോ ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും അസഹനീയം ആയിരിക്കും, അത്രക്കും വിഷമമായിരിക്കും. അപ്പോൾ ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പരസ്പരം മത്സരത്തിന് വേണ്ടി ഒന്നും ഉള്ളതല്ല എന്ന് എല്ലാവരും വിചാരിക്കുക. അതുപോലെ തന്നെ പുരുഷ കമ്മീഷന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നവരും ഇത് സ്ത്രീകളെ തോൽപ്പിക്കാനോ സ്ത്രീകൾക്ക് നേരെ ഉള്ള ഒരു അമ്പാണ് ഒന്നും അങ്ങനെയുള്ള ഇതൊന്നും ആരുടെയും മനസ്സിലുണ്ടാവാൻ പാടില്ല. ഇതെന്ന് പറഞ്ഞാൽ അത്രയും നിഷ്കളങ്കരായ ആണുങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് കുറ്റമൊന്നും ചെയ്യാതെ
കുറ്റം ചെയ്യാതെ കുറ്റം ഏൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷമമുള്ളൊരു സംഭവം തന്നെയാണ്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെയുള്ള കമ്മീഷൻ ഒരു സഹായം ആവുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ആരും പുരുഷ വിദ്വേഷികളൊന്നും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലും ഉണ്ട്, അച്ഛനായാലും മക്കളായാലും ഭർത്താവായാലും എല്ലാം നമ്മൾ ബഹുമാനിക്കുന്നവരും അതുപോലെ തന്നെ നമ്മളെ തിരിച്ച് ബഹുമാനിക്കുന്നവരും ഒക്കെ തന്നെയാണ്. പുരുഷന്മാർ ആ സ്ത്രീകളുടെ ശത്രുക്കളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലുമല്ല, എന്നെയൊന്നും സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെയല്ല. പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു കമ്മീഷൻ വരുന്നത് കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം നടക്കട്ടെ എന്നാണ് എന്നെ പോലെയുള്ളവരൊക്കെ ആഗ്രഹിക്കുക. പിന്നെ കുറച്ച് ആൾക്കാർ എന്തായാലും എല്ലാത്തിനും മോശം പറയുന്നവരും തടസ്സം പറയുന്നവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു കമ്മീഷൻ നല്ല രീതിയിൽ ഇവിടെ കേരളത്തിൽ വരട്ടെ എന്ന് തന്നെയാണ് ഞാനും എല്ലാം പ്രത്യാശിക്കുന്നത്. അതുമൂലം ഈ പറഞ്ഞ പോലെ പിന്നെ കുറ്റമൊന്നും ചെയ്യാതെ കുറ്റം ഏറ്റ് ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നിട്ടുള്ളവരുടെയൊക്കെ മാനസികാവസ്ഥ അവർ പറയുന്നത് നമ്മൾ കേട്ടു. പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കുക, കൂടുതലും ഇവിടെ പുരുഷന്മാരാണ് മരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അവരാണ് ആത്മഹത്യ ചെയ്യുന്നത്, അവർക്ക് ക്രൂര പീഡനം ഏൽക്കേണ്ടി വരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചധികം തന്നെയാണ് പറയുന്നത്. കാരണം സ്ത്രീകളും ചെറിയ പെൺകുട്ടികളും അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ ഒരിക്കലും തന്നെ പുരുഷന്മാർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ട് തൊട്ടേ ഉള്ളൊരിത് അതാണല്ലോ, സ്ത്രീകളോടാണല്ലോ അതിക്രമം എല്ലാവരും കൂടുതലായിട്ട് കാണിക്കുന്നത്. നമ്മൾ ഇനി ന്യൂസിലായാലും ഒക്കെ നമ്മൾ കാണുന്നത്. പിന്നെ അതിൽ വളരെ അപൂർവം ഇതുപോലെയുള്ള ആണുങ്ങളും ഇരകളായിട്ടുണ്ടാവും. അത് പിന്നെ എവിടെയാണ് ഇല്ലാത്തത്. പക്ഷേ അതൊന്നും എടുത്ത് സ്ത്രീകളുടെ അവരുടെ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇതുപോലെയുള്ള പുരുഷ കമ്മീഷൻ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളും അതുപോലെയൊന്നും അല്ല. എല്ലാ സ്ത്രീകളും ഇപ്പോൾ ഗ്രീഷ്മയെ പോലെയാണോ? ഒരിക്കലും തന്നെയല്ല. അതുപോലെ ആവാൻ പിശാചിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പുരുഷ കമ്മീഷൻ എല്ലാ പിന്തുണയും സ്ത്രീകളായ എന്നെപ്പോലെയുള്ളവർ തരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പീഡന വീരന്മാരുടെ ബാക്കിലൊന്നും പോകാതിരിക്കുക ഈ പുരുഷ കമ്മീഷൻ മാത്രമേ പറയാനുള്ളൂ. കാരണം അത് അവർക്ക് കൊടുക്കുന്ന ഒരു വളം വെച്ച് കൊടുക്കലായിരിക്കും. ഈ പീഡനം ചെയ്താലും നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും, നമുക്കൊരു കമ്മീഷൻ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത ഒരിക്കലും വരാൻ പാടില്ല. സത്യത്തിൻ്റെ കൂടെ മാത്രം നിൽക്കുക. അത് പെണ്ണിൻ്റെ കമ്മീഷനായാലും ആണിൻ്റെ കമ്മീഷനായാലും. അത്രയും ഒരു നാട്ടുമ്പുറത്തുകാരിയായി എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ആ പുരുഷ കമ്മീഷൻ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ചങ്കുകളെ മറക്കരുത്, സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക് ആൻഡ് ഷെയർ.